റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് മഹാനായ അബൂ യഅല ശബ്ബാത്ത് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു തങ്ങൾ തൊട്ടിരിക്കുന്ന ഒരു ഹദീസാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു പെരുന്നാളിന്റെ സന്ദേശമായി എനിക്ക് പറയാനുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല വഇദാ വബഹ്തും ഫഅഹ്സിനുൽ ദിബ്ഹ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഏറ്റവും നല്ലതായ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. എത്രത്തോളം നിങ്ങൾ ഒരു പിതാവാകുകയാണെങ്കിൽ നല്ല പിതാവാകണം, നിങ്ങൾക്കുള്ള മക്കൾക്ക് നല്ല പിതാവായി മാറണം, നിങ്ങൾക്കുള്ള ഭാര്യക്ക് നല്ല ഭർത്താവായി മാറണം, നിങ്ങൾ നല്ല ഒരു യജമാനായി മാറണം. നിങ്ങൾ കച്ചവടങ്ങൾക്ക് ഒരു ബിസിനസിന്റെ ഉടമയാണെങ്കിൽ നല്ല മുതലാളിയാകണം, നിങ്ങൾക്കൊരു ജോലിക്കാരോട് നല്ല കരുണയുള്ള ഒരു മുതലാളിയായി മാറണം. ഏതെങ്കിലും അങ്ങാടികളിൽ നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നല്ല പണിക്കാരായി മാറണം. യജമാനോട് നല്ല ഭയമുള്ള നല്ല ബഹുമാനമുള്ള ഒരു പണിക്കാരനായി നിങ്ങൾ മാറണം. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഏറ്റവും നല്ലവരാകണം, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാകണം. എത്രത്തോളം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എല്ലാ വസ്തുക്കളിലും അല്ലാഹു തആല ഇഹ്സാനിനെ കണക്കാക്കിയിരിക്കുന്നു. നിങ്ങൾ ഒരു വസ്തുവിനെ കൊല്ലുകയാണെങ്കിൽ അതിനെ നല്ല നിലക്ക് കൊല്ലണം, അതെന്താക്കാൻ അതിനെ വേദനിപ്പിച്ചു കൊല്ലാൻ പാടില്ല. അറക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കുള്ള കത്തികൾ നിങ്ങൾ മൂർച്ച കൂട്ടണം, എന്നിട്ട് വളരെ മനോഹരമായ അതിനെ വേദനിപ്പിക്കാൻ നിങ്ങൾ അകറ്റണം എന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നല്ലവരാകണം. നമ്മുടെ കാരണം കൊണ്ട് ഒരാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിക്കാൻ പാടില്ല, ഒരാളുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടോ നമ്മുടെ അയൽവീട്ടുകാർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബക്കാർ അവർ വേദനിക്കാൻ പാടില്ല. അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പരിശുദ്ധമായ പെരുന്നാൾ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്റെ അവസാനത്തെ വസിയത്ത് ആരംഭ നിമിത്തങ്ങൾ പറയുക, ഈ വസിയത്ത് മാത്രമാണ്. എല്ലാം നല്ലവരാവുക, സ്വാധീനങ്ങളാവുക, ഒരാളെയും വെറുക്കരുത്, ദ്വേഷപ്പെടരുത്, പകവെക്കരുത് എന്നുള്ള ഈ ഒരു സന്ദേശത്തോടുകൂടെ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.